മമ്മൂക്ക, ലാലേട്ടൻ, ഓതർ അപ്ഡേറ്റ്സുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാൻ വേണ്ടി മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാക്കോച്ചന്റെ ഇന്ന് തിയേറ്ററിലെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന് പക്ക പോസിറ്റീവ് റിപ്പോർട്ടാണ് പ്രേക്ഷകരിൽ നിന്നും ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. പോലീസ് കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ചാക്കോച്ചൻ നല്ല രീതിയിൽ സെലക്ട് ചെയ്ത് ചൂസി ആയിട്ടാണ് ഓരോ സിനിമകളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുറത്ത് വരുന്ന പോലീസ് കഥാപാത്രങ്ങൾക്ക് ഒരു മിനിമം ക്വാളിറ്റി ഉണ്ട്. അത്തരത്തിൽ മിനിമം ക്വാളിറ്റിയുള്ള വലിയ വിജയം കൈവരിക്കാൻ സാധ്യതയുള്ള സിനിമയായി തീരുന്നു ഓഫീസർ. 2025 തിയേറ്ററിലെത്തിയ സിനിമകളിൽ ഒരു സിനിമയ്ക്ക് മാത്രമേ ബോക്സ് ഓഫീസിൽ വലിയ വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ആസിഫ് അലി നായകനായിട്ട് തിയേറ്ററിലെത്തിയ രേഖാചിത്രം എന്ന് പറയുന്ന ചിത്രത്തിന്. അതിനുശേഷവും പല സിനിമകൾ തിയേറ്ററിലെത്തിയെങ്കിലും പോസിറ്റീവ് റിപ്പോർട്ടുള്ള സിനിമകൾക്ക് പോലും വലിയ വിജയം കൈവരിക്കാൻ സാധിക്കാതെ ബോക്സ് ഓഫീസിൽ വലിയ വിജയമില്ല മാസങ്ങളിലൂടെയാണല്ലോ 2025 കടന്നു പോയിരിക്കുന്നത്. എന്നാൽ രേഖാചിത്രം നേടിയ പോലത്തെ വിജയം ഓഫീസർ എന്ന് പറയുന്ന ചിത്രവും ബോക്സ് ഓഫീസിൽ നേടുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നത്. ഇന്നലെ ലാലേട്ടൻ അനൂപ് മേനോൻ ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ലാലേട്ടന്റെ FB പേജിലൂടെ പുറത്തു വന്നിരുന്നല്ലോ. അത് വന്നതിന് ശേഷം കൂട്ട വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ അതിനുള്ള പക്ക മറുപടിയായിട്ട് ദൃശ്യം 3 ഉറപ്പിച്ചിരിക്കുന്നു. ദ പാസ്റ്റ് നെവർ സ്റ്റേ സൈലന്റ്, ദൃശ്യം 3 ഈസ് കൺഫേംഡ് എന്നാണ് ലാലേട്ടൻ FBയിലൂടെ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞു പോയത് കാര്യമാക്കണ്ട, നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ, സൈലന്റ് ആയിരിക്കൂ എന്നുള്ള മാസ് റിപ്ലൈ ആണ് ആരാധകർക്ക്. ദൃശ്യം 3 കൂടെ ഉറപ്പിച്ച സ്ഥിതിക്ക് ലാലേട്ടന്റെ വരാനിരിക്കുന്ന സിനിമകളുടെ ലൈനപ്പ് വൻ അടിപൊളിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലെ ഉറപ്പിച്ച അനൂപ് മേനൻ ലാലേട്ടൻ സിനിമകൾ വേണ്ട എന്ന് വരെയാണ് ഫാൻസിന്റെ അഭിപ്രായം. എന്നാൽ അവർക്കുള്ള മറുപടി ലാലേട്ടൻ കൊടുത്തു കഴിഞ്ഞല്ലോ. ഓൺലൈൻ കേട്ട് കഥ ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് അനൂപ് മേനോൻ ചിത്രം ലാലേട്ടൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. താൻ ഏത് സിനിമകളാണ് ചെയ്യണമെന്ന് താനാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ ആരാധകരല്ല എന്നും കൂടെ ലാലേട്ടൻ പറയാതെ പറയുന്നു. അനൂപ് മേനോൻ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ വന്നതിന് ശേഷം ലാലേട്ടൻ ഫാൻസ് ട്വിറ്ററിലും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും മമ്മൂക്ക സ്ക്രിപ്റ്റ് സെലക്ഷനെ കുറിച്ച് അഭിനന്ദിച്ചുള്ള രീതിയിലുള്ള പോസ്റ്റുകളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തൊക്കെ തന്നെ ആയാലും മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അടിപൊളിയാണെന്നും ബന്ധത്തിന്റെ പുറത്ത് ചുമ്മാ ആർക്കും ഡേറ്റ് കൊടുക്കില്ലെന്നും അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന സിനിമകൾ ബസൂക്ക, കളങ്കാവൽ, MMN അങ്ങനെ പ്രതീക്ഷയുള്ള സിനിമകളാണ് അദ്ദേഹത്തിൻ്റെത്. ഷൂട്ടിംഗ് തുടങ്ങിയതൊക്കെയായിട്ട് തിയേറ്ററിൽ എത്താനിരിക്കുന്നത്. ഇനി ഷൂട്ടിംഗ് തുടങ്ങാനിരിക്കുന്ന സിനിമകളും വലിയ പ്രതീക്ഷകൾ ഉള്ളത് തന്നെയാണ്. ഫാലിമി ചിത്രത്തിന്റെ സംവിധായകൻ നിതീഷ് സഹദേവ് മൂവി, അതോടൊപ്പം തന്നെ ടിനു ബാബച്ചൻ മൂവി, ഖാലിദ് റഹ്മാൻ മൂവി, അമൽ നീരദ് മൂവി, അങ്ങനെ ഒരു മികച്ചൊരു ലൈനപ്പ് തന്നെയാണ് മമ്മൂക്കയെ കാത്തു നിൽക്കുന്നത്. മമ്മൂക്ക ചെയ്യുന്നത് പോലെ നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയണം ലാലേട്ടനും എന്നും കൂടെ ആരാധകർ കൂട്ടിച്ചേർക്കുന്നു.